രാഷ്ട്രീയ നിരീക്ഷകൻ റെജി ലൂക്കോസ് കൂടി ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഇതിപ്പോൾ KM എബ്രഹാമിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസ് ഇപ്പോൾ CBI ഏറ്റെടുത്തിരിക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം നിയമത്തിന്റെ വഴിയാണ് സഞ്ചരിക്കേണ്ടത്. നിയമത്തിന്റെ വഴിയല്ല സഞ്ചരിക്കേണ്ടത്. KM എബ്രഹാമിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. CBI വന്നത് കുറ്റപത്രം അല്ല, അതിന്റെ അന്വേഷണങ്ങൾ ഏറ്റെടുക്കുന്നതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നു. സ്വാഭാവികമായിട്ട് ഇത്തരം കുറെ അന്വേഷണങ്ങൾ കേരളത്തിലെ കഴിഞ്ഞ ഏതാണ്ട് ഒരു 6-7 വർഷങ്ങളായിട്ട് കേൾക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ അത് വരും, കേരളത്തിലെ സ്വർണ്ണക്കടത്ത് നടത്തി, അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ മുമ്പായിട്ട് തന്നെ അന്വേഷണ ഏജൻസികളൊന്നും അന്വേഷിച്ചു ഒരു തരിമ്പും തെളിവ് കിട്ടാറുണ്ട്. അതെല്ലാം കോടതി തള്ളിക്കളയാതെ ഇതും അതുപോലെ തന്നെയുള്ള ഒരു വ്യക്തിപരാജ്യത്തിന്റെ പേരിൽ ഒരു വ്യക്തി നൽകിയ ഒരു എന്താ പറയുക, ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വന്നിരുന്നൊരു വിധിയാണത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയെ നമുക്ക് മാനിക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ KM എബ്രഹാം പറഞ്ഞത് അദ്ദേഹത്തിനോടുള്ള വ്യക്തിപരാജ്യത്തിന്റെ പേരിലാണെന്നുള്ളത്. KM എബ്രഹാം തീർച്ചയായിട്ടും CBI അന്വേഷണത്തിന് നേരിട്ട് തന്റെ നിരപരാധിത്വം തെളിയിക്കട്ടെ. അന്വേഷണത്തിന്റെ വഴിയെ പോകട്ടെന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. വിജിലൻസ് അന്വേഷിച്ചിരുന്നതാണല്ലോ, അന്വേഷിച്ച് തള്ളിയൊരു കേസാണ്. അക്കാര്യം കൂടി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പരാമർശിച്ചിരുന്നു. വിജിലൻസ് അന്വേഷണത്തിൽ KM എബ്രഹാമിനെ സംരക്ഷിക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ് ഹൈക്കോടതി പറഞ്ഞത്. അല്ല, ആ പരാമർശം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. വിജിലൻസ് അന്വേഷണത്തിന് KM എബ്രഹാം സ്വാധീനിച്ചു എന്ന് പറയുന്നത് നുണയാണ്. അങ്ങനെയൊന്നും വിജിലൻസിനെ സ്വാധീനിക്കാൻ പറ്റത്തില്ല. അതൊക്കെ വെറുതെ ആരോപണം ഉന്നയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ പരാമർശത്തെ തള്ളിക്കളയാൻ ഞാനാണല്ലോ. കാരണം ഹൈക്കോടതിയുടെ ഒരു പരാമർശത്തെയും ഒരു എന്താ പറയുക നിയമവ്യവസ്ഥയോട് ബഹുമാനമുള്ള ഒരു വ്യക്തിക്ക് തള്ളിക്കളയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ആ ആരോപണം CBI അന്വേഷണത്തിൽ ഉൾപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ആ അന്വേഷണത്തിലൂടെ ഇത്തരം കോടതി വിജിലൻസ് കണ്ടെത്തിയ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താനായിട്ട് നടത്തിയ റിപ്പോർട്ടാണെന്നുള്ളൊരു ആരോപണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ CBIയുടെ അന്വേഷണത്തിലൂടെ സാധിക്കും. അതല്ല തെറ്റാണെന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. ഇതാണ് അതിന്റെ നിയമം എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഹൈക്കോടതി CBI അന്വേഷണത്തിന് റെഫർ ചെയ്ത സ്ഥിതിക്ക് അവരിപ്പോൾ അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ് സംസ്ഥാന CBI ഘടകം. അപ്പൊ സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ പരാമർശങ്ങൾ അന്വേഷണത്തിന് പരിധിയിൽ വരട്ടെ. ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷിക്കട്ടെ. അല്ലാണ്ട് അദ്ദേഹത്തിന് വെള്ളപൂശാനൊന്നും നമ്മൾ ശ്രമിക്കത്തില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരമാണ്. CBI അന്വേഷണത്തിനോടൊപ്പം സഹകരിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരാമർശങ്ങളെയും മനസ്സിൽ കണ്ടുകൊണ്ട് അദ്ദേഹം സഹകരിക്കുക മാത്രമേ ഉള്ളൂ. കാരണം നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ഒരു ജനാധിപത്യ വിശ്വാസിക്കും ഇതിലപ്പുറമായിട്ടുള്ള ഒരു പ്രതികരണം നൽകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അദ്ദേഹം ആ നിയമത്തിന് മുമ്പിൽ അദ്ദേഹത്തിന് നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരമാണ്. അത് അദ്ദേഹം തെളിയിക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് വ്യക്തിപരമായിട്ടുള്ള എന്റെ അഭിപ്രായം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.